കഴിഞ്ഞ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ് വാണ്ട്, വാണ്ട് ടു, നീഡ്, നീഡ് ടു, വാണ്ടഡ്, വാണ്ടഡ് ടു, നീഡഡ്, നീഡഡ് ടു. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം, അതുപോലെ ഇൻറ്ററോഗേറ്റീവ് ഫോം, ഇതൊന്നും നമ്മൾ ആ ലെസണിൽ ഡിസ്കസ് ചെയ്തില്ല. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകണ്ട എന്ന് കരുതിയാണ്. പക്ഷേ അതുകൂടി ഉണ്ടെങ്കിലേ ആ ഒരു ലെസൺ മുഴുവനാകും. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് ഇതിനെ കണക്കാക്കാം. കാരണം ആ ഒരു ലെസൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട്, അതായത് വളരെ സിമ്പിൾ സെൻറ്റൻസസിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. പിന്നെ അത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വാണ്ട്, അതുപോലെ നീഡ് എന്നുള്ള ആ ഒരു വേർബ്സിൻ്റെ ഉപയോഗം. അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം, അതുപോലെ ഇൻറ്ററോഗേറ്റീവ് ഫോം ഒക്കെ പഠിക്കുമ്പോഴാണ് അത് കൂടുതൽ കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലെസണും ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ശ്രദ്ധിക്കുക. ഒരു വസ്തു വേണം എന്ന് പറയുന്നതിനാണ് വാണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വസ്തു വേണ്ട എന്ന് പറയുന്നതിന് അതിൻ്റെ നെഗറ്റീവ് ഫോമല്ലേ ഉപയോഗിക്കേണ്ടത്. വാണ്ട് എന്ന വേർബിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഡോണ്ട് വാണ്ട്. എനിക്ക് ഒരു പെൻ വേണം എന്ന് പറയണമെങ്കിൽ ഐ വാണ്ട് എ പെൻ. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കണമെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് എ പെൻ എന്ന് പറയണം. ഇനി ഹീ വാണ്ട്സ് എ പെൻ, അവന് ഒരു പെൻ വേണം. അതിൻ്റെ നെഗറ്റീവ് ഫോം ആണെങ്കിൽ ഹീ ഡസൻറ്റ് വാണ്ട് എ പെൻ എന്ന് പറയണം. ഡോണ്ട് എന്നത് ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതുപോലെ തന്നെ ഡസൻറ്റ് എന്നത് ഡസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഇനി എവിടെയാണ് ഡോണ്ട് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഡസൻറ്റ് ഉപയോഗിക്കേണ്ടത്? ഐ, യു, വി, ദേ, പിന്നെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡോണ്ട് എന്ന് തന്നെ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഹീ, ഷീ, ഇറ്റ്, അതുപോലെ സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ ഡസൻറ്റ് ഉപയോഗിക്കുക. എനിക്ക് പൈസ വേണ്ട എന്നാണ് പറയേണ്ടത്. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് വാണ്ട് മണി. എൻ്റെ ഫ്രണ്ടിന് ഒരു സ്കൂട്ടർ വേണ്ട. മൈ ഫ്രണ്ട് ഡസൻറ്റ് വാണ്ട് എ സ്കൂട്ടർ. നോക്കൂ, മൈ ഫ്രണ്ട് എന്നത് സിംഗുലർ സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് ഡസൻറ്റ് വാണ്ട് എന്നുപയോഗിച്ചത്. ഇനി വാണ്ടഡ് ആണെങ്കിൽ അതൊരു പാസ്റ്റ് ടെൻസ് ഫോമാണ്. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഐ ഡിഡൻറ്റ് വാണ്ട് എ ബൈക്ക്. എനിക്ക് ഒരു ബൈക്ക് വേണമായിരുന്നില്ല. ഹീ ഡിഡൻറ്റ് വാണ്ട് എ സ്കൂട്ടർ. അവന് ഒരു സ്കൂട്ടർ വേണമായിരുന്നില്ല. ഇവിടെ ഡിഡൻറ്റ് വാണ്ട് എന്നത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. സിംഗുലർ സബ്ജക്റ്റ് എന്നോ പ്ലൂറൽ സബ്ജക്റ്റ് എന്നോ ഒരു വ്യത്യാസവുമില്ല. ദേ ഡിഡൻറ്റ് വാണ്ട് 2 bags. അവർക്ക് 2 ബാഗ്സ് വേണമായിരുന്നില്ല. ഷീ ഡിഡൻറ്റ് വാണ്ട് എ ലാപ്ടോപ്പ്. അവൾക്ക് ഒരു ലാപ്ടോപ്പ് വേണമായിരുന്നില്ല. ഇനി നെക്സ്റ്റ് വാണ്ട് ടു. വാണ്ട് ടു എന്നതിൻ്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കുമ്പോൾ ഡോണ്ട് വാണ്ട് ടു ഉപയോഗിക്കാം. വാണ്ട് ടു കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചത് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് എന്ന് ഓർമ്മയുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ നോക്കൂ. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു പ്രാക്ടീസ്. അവൾ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണെങ്കിൽ ഷീ ഡസൻറ്റ് വാണ്ട് ടു പ്രാക്ടീസ് എന്നാണ് വേണ്ടത്. ഷീ സബ്ജക്റ്റാണ്, സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഡസൻറ്റ് വാണ്ട് എന്നുപയോഗിച്ചു. ഞാൻ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു കം ഹിയർ. അവൻ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണെങ്കിൽ ഹീ ഡസൻറ്റ് വാണ്ട് ടു കം ഹിയർ. ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു. അവൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഹീ ഡസൻറ്റ് വാണ്ട് ടു ഗോ ദർ. ഇപ്പോൾ ഡോണ്ട് ആൻഡ് ഡസൻറ്റ് മാറി മാറി ഉപയോഗിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസൻറ്റ് ഉപയോഗിക്കാം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡോണ്ട് ഉപയോഗിക്കുക. ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്ട്സ് ഉപയോഗിക്കുമ്പോൾ അതിനൊപ്പം ഡോണ്ട് വാണ്ട് ടു എന്നുപയോഗിക്കുക.
അതല്ല ഹി, ഷീ, ഇറ്റ് അതുപോലെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡസൻറ്റ് വോണ്ട് ടു എന്നുപയോഗിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വോണ്ട് ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് V1 ഫോം ഓഫ് ദ വേർബ് ആണ്. നെക്സ്റ്റ് നീഡ്. നീഡ് എന്നാൽ ആവശ്യമായി വരിക. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ് കഴിഞ്ഞ ലെസണിൽ. ഇവിടെ നമുക്ക് ഒരു വസ്തു ആവശ്യമുണ്ട് എന്ന് പറയുമ്പോഴാണ് നീഡ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ ഡോണ്ട് നീഡ് ഉപയോഗിക്കാം. ഡോണ്ട് നീഡ് ഉപയോഗിക്കുന്നത് ഐ, യു, വി, ദേ ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ് അതിൻ്റെ ഒപ്പം. മാത്രമല്ല ഹി, ഷീ, ഇറ്റ് അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഡസൻറ്റ് നീഡ് ഉപയോഗിക്കുക. എനിക്ക് പൈസ ആവശ്യമില്ല. ഇതെങ്ങനെ പറയും? ഐ ഡോണ്ട് നീഡ് മണി. അവന് പൈസ ആവശ്യമില്ല. ഹീ ഡസൻറ്റ് നീഡ് മണി. രോഹന് ഒരു ബൈക്ക് ആവശ്യമില്ല. രോഹൻ ഡസൻറ്റ് നീഡ് എ ബൈക്ക്. അവർക്ക് 2 ബാഗ് ആവശ്യമില്ല. ദേ ഡോണ്ട് നീഡ് 2 ബാഗ്സ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഡോണ്ട് നീഡ് എവിടെ ഉപയോഗിക്കും, ഡസൻറ്റ് നീഡ് എവിടെ ഉപയോഗിക്കും എന്ന്. നെക്സ്റ്റ് നീഡഡ്. നീഡഡ് എന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ആവശ്യമായിരുന്നു എന്നർത്ഥമാണ് നീഡഡ് എന്നതിന്. അതിൻ്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ ഡിഡൻറ്റ് നീഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ആവശ്യമായിരുന്നില്ല. ഹീ ഡിഡൻറ്റ് നീഡ് മണി. അവന് പൈസ ആവശ്യമായിരുന്നില്ല. വി ഡിഡൻറ്റ് നീഡ് മണി. ഞങ്ങൾക്ക് പൈസ ആവശ്യമായിരുന്നില്ല. നോക്കൂ, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡിഡൻറ്റ് നീഡ് എന്ന് തന്നെ ഉപയോഗിക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നീഡ് ടു എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ്. നീഡ് ടു ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞുപയോഗിക്കുന്നത് ഒരു വേർബാണ്, വേർബിൻ്റെ ബേസ് ഫോമാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നെഗറ്റീവ് ഫോം ആവുമ്പോൾ ഡോണ്ട് നീഡ് ടു ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഡസൻറ്റ് നീഡ് ടു ഉപയോഗിക്കാം. അവന് ഇവിടെ വരേണ്ട ആവശ്യം ഇല്ല. ഹീ ഡസൻറ്റ് നീഡ് ടു കം ഹിയർ. എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് നീഡ് ടു പ്രാക്ടീസ്. നോക്കൂ, ടു കം, ടു പ്രാക്ടീസ് എന്നൊക്കെ പറയുന്നത് ടു കഴിഞ്ഞിട്ട് നമ്മൾ വേർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ഡസൻറ്റ് നീഡ് ടു വർക്ക് ഹിയർ. അവൾക്ക് ഇവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി പാസ്റ്റ് ടെൻസ് ഫോം ആണെങ്കിൽ നീഡഡ് ടു. നീഡഡ് ടു ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഫോം ആവുമ്പോൾ ഡിഡൻറ്റ് നീഡ് ടു. അപ്പോൾ ആവശ്യമില്ലായിരുന്നു എന്ന മീനിങ് വരും. ഐ ഡിഡൻറ്റ് നീഡ് ടു പ്രാക്ടീസ്. എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഹീ ഡിഡൻറ്റ് നീഡ് ടു പ്രാക്ടീസ്. അവന് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ദേ ഡിഡൻറ്റ് നീഡ് ടു പ്രാക്ടീസ്. അവർക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. നോക്കൂ, സിംഗുലർ സബ്ജക്ട്സും അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സും നമ്മൾ ഉപയോഗിച്ചു. അവിടെയൊക്കെ ഡിഡൻറ്റ് നീഡ് ടു എന്ന് തന്നെയാണ് ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ. ഇനി നമുക്ക് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് നോക്കാം. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഫോംസ്. ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ഡു, ഡസ്, ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബ്സ് ഒക്കെ ബിഗിനിങ്ങിൽ, സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വയ്ക്കണം എന്നേ ഉള്ളൂ. എക്സാമ്പിൾ പറയട്ടെ. ഡു യു വാണ്ട് എ പെൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പെൻ വേണോ? ഡു യു വാണ്ട് മണി? നിങ്ങൾക്ക് പൈസ വേണോ? ഡസ് ഹി വാണ്ട് മണി? അവന് പൈസ വേണോ? ഡസ് ഹി വാണ്ട് എ ലാപ്ടോപ്പ്? അവന് ഒരു ലാപ്ടോപ്പ് വേണോ? നോക്കൂ, ഡു യു ഉപയോഗിച്ചു, അതേപോലെ ഡസ് ഹി ആണ് ഉപയോഗിച്ചത്. നേരത്തെ പറഞ്ഞ റൂൾ തന്നെ. ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡു ആണ് ഹെൽപ്പിംഗ് വേർബായിട്ട് വേണ്ടത്. ഡസ് എന്ന ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കുന്നത് ഹി, ഷീ അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്ട്സിൻ്റെ ഒപ്പം ആണ്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം. ഡിഡ് യു വാണ്ട് മണി? നിനക്ക് പൈസ വേണമായിരുന്നു. ഡിഡ് യു വാണ്ട് എ ബൈക്ക്? നിനക്കൊരു ബൈക്ക് വേണമായിരുന്നു. അപ്പോൾ പാസ്റ്റ് ടെൻസും ആയി. ഇനി വാണ്ട് ടു. ഡു യു വാണ്ട് ടു സ്പീക്ക്? നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കണോ?
ഡു യു വാണ്ട് ടു റൈറ്റ്? നിങ്ങൾക്ക് എഴുതണോ അല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹമുണ്ടോ എന്ന അർത്ഥത്തിൽ നമുക്കത് ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ടത് വാണ്ട് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പീക്ക്, റൈറ്റ് ഒക്കെ വേർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ആണ്. ഡു യു വാണ്ട് ടു ഗോ ദർ? നിങ്ങൾക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ടോ? ഡസ് ഷീ വാണ്ട് ടു ഗോ ദർ? അവൾക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ടോ? ഷീ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഡസ്. ഇനി നീഡ് എന്നാൽ ആവശ്യമായി വരിക എന്നല്ലേ? ഡു യു നീഡ് എ പെൻ? നിങ്ങൾക്കൊരു പെൻ ആവശ്യമുണ്ടോ? ഡിഡ് യു നീഡ് എ പെൻ? നിങ്ങൾക്കൊരു പെൻ ആവശ്യമുണ്ടായിരുന്നോ? അത് പാസ്റ്റ് ടെൻസായി, ഡിഡ് ഉപയോഗിച്ചു. ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബ് അവിടെ ഉപയോഗിച്ചു. ഡിഡ് യു നീഡ് മണി? നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ടായിരുന്നോ? ഡസ് ഹീ നീഡ് മണി? അവന് പൈസ ആവശ്യമുണ്ടോ? ഡു യു നീഡ് ടു ഗോ ദർ? നിങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടോ? നോക്കൂ, നീഡ് ടു ആണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഒരു വേർബിൻ്റെ ബേസ് ഫോം ഗോ അവിടെ ഉപയോഗിച്ചത്. ഡസ് ഹീ നീഡ് ടു റൈറ്റ്? ഡസ് ഹീ നീഡ് ടു റൈറ്റ്? അവന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഡിഡ് ഷീ നീഡ് ടു സിറ്റ് ഹിയർ? അവൾക്ക് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നോക്കൂ, ഡിഡ് ആണ് അവിടെ ഉപയോഗിച്ചത്, അത് പാസ്റ്റ് ടെൻസ് ആണ്, അതാണ് ആവശ്യമുണ്ടായിരുന്നോ എന്നുപയോഗിക്കുന്നത്. വളരെ വളരെ സിമ്പിൾ സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ അല്ലേ?